ഹായ് നെക്സ്റ്റ് വെബ് മലയാളത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ കുറച്ചുകൂടി പ്രാക്ടിക്കലായ രീതിയിലാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ജസ്റ്റ് സ്ക്രീൻ ക്യാപ്ചർ മാത്രമാണുള്ളത്. ഇതിലുള്ളത് വിൻഡോസ് 10 അല്ലെങ്കിൽ വിൻഡോസ് 11 നമുക്കിപ്പോൾ ലിനക്സ് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. അതായത് വിൻഡോസിൻ്റെ തന്നെ വിൻഡോസ് സബ് സിസ്റ്റം ഫോർ ലിനക്സ് എന്ന ഒരു ഫീച്ചറുണ്ട്. വിൻഡോസിൻ്റെ അകത്ത് ലിനക്സ് ഇൻസ്റ്റാൾ ചെയ്യാം. ഉബുണ്ടു അല്ലെങ്കിൽ കാലി ലിനക്സ് ഒക്കെ ഇൻസ്റ്റാൾ ചെയ്ത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അതുപോലെ ഇപ്പോൾ നമുക്ക് ആൻഡ്രോയിഡ് കൂടി ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. വിൻഡോസ് 11 മാത്രമാണ് അത് സപ്പോർട്ടുള്ളത്. അധികം വേറൊരു വീഡിയോ ചെയ്യാം. ഈ വീഡിയോ നമുക്ക് വിൻഡോസിൽ എങ്ങനെ ലിനക്സ് ഇൻസ്റ്റാൾ ചെയ്യാമെന്ന് നോക്കാം. ഇത് സാധാരണ വിൻഡോസിൽ നമ്മൾ ചെയ്യുന്നത് പോലെ ഡ്യുവൽ ബൂട്ട് അല്ലെങ്കിൽ വെർച്വൽ മെഷീൻ ഒന്നുമല്ല. വിൻഡോസിൽ തന്നെ ഒരു സോഫ്റ്റ്വെയർ പോലെ ഇത് റൺ ചെയ്യുന്നതാണ്. കുറച്ചുകൂടി ഉപയോഗിക്കാൻ എളുപ്പമായിരിക്കും. പക്ഷേ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള യൂസേഴ്സ് ഉപയോഗിക്കുന്ന പല ഓപ്ഷൻസും ഇതിൽ ലഭിക്കണമെന്നില്ല. വളരെ ബേസിക് ആയിട്ട് ഒന്ന് ലിനക്സ് ട്രൈ ചെയ്ത് നോക്കണം, അല്ലെങ്കിൽ ബേസിക് ആയിട്ടുള്ള പല ലിനക്സ് ആപ്ലിക്കേഷൻസും ഉപയോഗിച്ച് നോക്കണം എന്നുണ്ടെങ്കിൽ മാത്രം ഇത് ട്രൈ ചെയ്യുക. ഹാക്കിംഗ് ഒക്കെയാണ് ഉദ്ദേശമെങ്കിൽ വെർച്വൽ ബോക്സ് അല്ലെങ്കിൽ ഡ്യുവൽ ബൂട്ട് ചെയ്യുന്നത് തന്നെയായിരിക്കും ഏറ്റവും യൂസ്ഫുൾ. കാലി ലിനക്സ് പിന്നെ ഉബുണ്ടു ഒക്കെ വിൻഡോസിൻ്റെ അകത്ത് തന്നെ ഇപ്പോൾ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. വിൻഡോസ് 11 ഉണ്ടെങ്കിൽ അത്രയും നല്ലത്. വിൻഡോസ് 10 ആണെങ്കിലും ചെയ്യാം. പക്ഷേ വിൻഡോസ് 10 ചില ഫീച്ചേഴ്സ് ഇപ്പോൾ കിട്ടില്ല. അപ്പോൾ നിങ്ങൾ വിൻഡോസ് 10 ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അപ്ഗ്രേഡ് ചെയ്യുക. വിൻഡോസ് 11 വന്നാൽ അത്രയും കൂടുതൽ ഫീച്ചേഴ്സ് കിട്ടുകയും ചെയ്യും. ലേറ്റസ്റ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. വിൻഡോസ് 10 ഒറിജിനൽ ആണെങ്കിൽ വിൻഡോസ് 11 അപ്ഗ്രേഡ് എന്തായാലും ഫ്രീ ആണ്. അപ്പോൾ വിൻഡോസ് 11 വേണം. പിന്നെ 8 GB എങ്കിലും മിനിമം റാം വേണം. അത് മാത്രമേ ഉള്ളൂ. അത് രണ്ടും ഉണ്ടെങ്കിൽ, പിന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഇൻ്റർനെറ്റ് കണക്ഷൻ കൂടി ഉണ്ടെങ്കിൽ നമുക്ക് ഉബുണ്ടു പിന്നെ കാലി ലിനക്സ് ഒക്കെ വിൻഡോസിൻ്റെ അകത്ത് തന്നെ ഇൻസ്റ്റാൾ ചെയ്ത് നോക്കാം. അതും ഒരു സാധാരണ വെർച്വൽ മെഷീൻ പോലെയല്ല ഇത് റൺ ചെയ്യുക. അതായത് നമ്മളിപ്പോൾ VMware അല്ലെങ്കിൽ വെർച്വൽ ബോക്സ് ഒക്കെ ഇൻസ്റ്റാൾ ചെയ്താൽ ആ VMware ഓപ്പൺ ചെയ്താൽ മാത്രമേ നമുക്ക് ഉബുണ്ടു ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റൂ, അല്ലെങ്കിൽ കാലി ലിനക്സ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അതിൻ്റെ അകത്തുള്ള ആപ്ലിക്കേഷൻസ് നമുക്ക് വിൻഡോസിൽ തന്നെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. അതായത് വിൻഡോസിൽ സാധാരണ പെയിൻറ്റോ കാൽക്കുലേറ്ററോ ഒക്കെ യൂസ് ചെയ്യുന്നത് പോലെ ഉബുണ്ടുവിൻ്റെ സോഫ്റ്റ്വെയർസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇവിടെ നമുക്കത് ചെയ്യാൻ പറ്റും. വിൻഡോസിൻ്റെ തന്നെ ഒരു ഭാഗമായിട്ടാണ് ഈ ആപ്ലിക്കേഷൻസ് ഇവിടെ വർക്ക് ചെയ്യുക. WSL അഥവാ വിൻഡോസ് സബ് സിസ്റ്റം ഫോർ ലിനക്സ് എന്ന ഫീച്ചറാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. WSL 2 തന്നെ പുതിയൊരു വേർഷൻ ഉണ്ട്. WSL-G എന്നാണത്. WSL-Gയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വിൻഡോസ് 11 അകത്ത് തന്നെ നമുക്ക് ലിനക്സിൻ്റെ ആപ്ലിക്കേഷൻസ് റൺ ചെയ്യാൻ പറ്റും. നമുക്കിതൊക്കെ എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് നോക്കാം. അധികം സമയമൊന്നും എടുക്കില്ല. നല്ല സ്പീഡിൽ ഇൻ്റർനെറ്റ് കണക്ഷൻ ഉണ്ടെങ്കിൽ കൂടിപ്പോയാൽ 5-10 മിനിറ്റ്, അതിൽ കൂടുതൽ എടുക്കില്ല. ഏറ്റവും ആദ്യമായി വിൻഡോസ് 11 അപ്ഡേറ്റഡ് ആണെന്ന് ഉറപ്പാക്കുക. ഏറ്റവും പുതിയ അപ്ഡേറ്റ് തന്നെ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചാൽ അത്രയും നല്ലതായിരിക്കും. ആദ്യമായിട്ട് വിൻഡോസിൻ്റെ വേർഷൻ അപ്ഡേറ്റഡ് ആണെന്നും ഇനിയിപ്പോൾ അപ്ഡേറ്റഡ് അല്ലെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്യാനും ശ്രമിക്കുക. ഇതിന് വിൻഡോസ് 11 Pro അല്ലെങ്കിൽ വിൻഡോസ് 11 ഹോം എന്നൊന്നുമില്ല. മിനിമം 8 GB റാം എങ്കിലും ഉണ്ടായിരിക്കണം. 16 GB എങ്കിലും ഉണ്ട് എങ്കിൽ അത്രയും നല്ലത്. അതിനുശേഷം സെർച്ച് ബട്ടൺ പ്രസ് ചെയ്ത് ടേൺ വിൻഡോസ് ഫീച്ചേഴ്സ് ഓൺ ഓഫ് എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. ഇതിൽ 3 കാര്യങ്ങളോ എനേബിൾഡ് ആയിരിക്കണം. ഒന്നാമത്തേത് Hyper-V, രണ്ടാമത്തേതായിട്ട് വെർച്വൽ മെഷീൻ പ്ലാറ്റ്ഫോം എന്നുള്ളതും എനേബിൾഡ് ആയിരിക്കണം. അവസാനമായിട്ട് വിൻഡോസ് സബ് സിസ്റ്റം ഫോർ ലിനക്സ്. ഈ 3 ഫീച്ചേഴ്സ് എനേബിൾ ചെയ്ത ശേഷം OK ബട്ടൺ പ്രസ് ചെയ്ത് വിൻഡോസിൽ അത് ഇൻസ്റ്റാൾ ചെയ്യാൻ അനുവദിക്കുക. ഇൻ്റർനെറ്റ് കണക്റ്റഡ് ആയിരിക്കണം, അല്ലെങ്കിൽ ഇതൊക്കെ ഫെയിലാവും. ഇൻസ്റ്റലേഷൻ കംപ്ലീറ്റ് ആയിക്കഴിഞ്ഞാൽ സിസ്റ്റം റീസ്റ്റാർട്ട് ചെയ്യണം. റീസ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലിനക്സ് ഇൻസ്റ്റലേഷൻ സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. WSL റൺ ചെയ്യണമെങ്കിൽ ഹാർഡ്വെയർ വെർച്വലൈസേഷൻ എനേബിൾഡ് ആയിരിക്കണം. അത് എനേബിൾഡ് ആണോ എന്ന് നിങ്ങൾ നോക്കൂ. ടാസ്ക് മാനേജർ ഓപ്പൺ ചെയ്യുക. ടാസ്ക് മാനേജറിൽ പെർഫോമൻസ് ടാബ് ഓപ്പൺ ചെയ്താൽ അതിൽ CPUവിൻ്റെ സെക്ഷനിൽ തന്നെ താഴെ വെർച്വലൈസേഷൻ എനേബിൾഡ് എന്ന് കാണിച്ചിരിക്കണം. ഇനിയിപ്പോൾ എനേബിൾഡ് അല്ല എങ്കിൽ എനേബിൾ ചെയ്യാൻ വേണ്ടി ബയോസിൽ പോകണം. അതെങ്ങനെ ചെയ്യും? അത് ചെയ്യാൻ വേണ്ടി വിൻഡോസിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. സെറ്റിങ്സിൽ റിക്കവറി എന്ന് സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്ത് വരുന്ന റിസൾട്ടിൽ റിക്കവറി ഓപ്ഷൻസ് തിരഞ്ഞെടുത്താൽ അതിൽ അഡ്വാൻസ്ഡ് സ്റ്റാർട്ടപ്പ് എന്നൊരു ഓപ്ഷൻ കാണാം. അഡ്വാൻസ്ഡ് സ്റ്റാർട്ടപ്പ് സെലക്ട് ചെയ്താൽ നിങ്ങൾക്കൊരു വിൻഡോസിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ബയോസിലേക്ക് റീസ്റ്റാർട്ട് ചെയ്ത് പോകാനുള്ളൊരു ഓപ്ഷൻ കിട്ടും. ഇനിയിപ്പോൾ ഇങ്ങനെ ചെയ്യുന്നില്ല എങ്കിൽ സിസ്റ്റം റീസ്റ്റാർട്ട് ചെയ്ത് F2 പിന്നെ ഡിലീറ്റ് പ്രസ് ചെയ്തുകൊണ്ടിരുന്നാൽ ബയോസിലേക്ക് പോകാവുന്നതാണ്. ബയോസിൽ ഓരോ കമ്പ്യൂട്ടറുകളിലും ഓരോ രീതിയിലാണ് ഉണ്ടാവുക. ഈ വെർച്വലൈസേഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു AMD പ്രോസസ്സർ ഉള്ള സിസ്റ്റം ആണെങ്കിൽ SVM എന്നാണ് വെർച്വലൈസേഷന് ബയോസിൽ പേരുണ്ടാവുക. അത് എനേബിൾ ചെയ്യുക. ഇനിയിപ്പോൾ ഇൻറ്റൽ ബേസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പ്യൂട്ടർ ആണെങ്കിൽ അതിനകത്ത് ഇൻറ്റൽ VT എന്ന പേരിലുള്ള ഒരു ഓപ്ഷനാണ് എനേബിൾ ചെയ്യേണ്ടത്. അത് എനേബിൾ ചെയ്തതിന് ശേഷം F10 ബട്ടൺ കൂടി പ്രസ് ചെയ്ത് ബയോസിൻ്റെ സെറ്റിംഗ് സേവ് ചെയ്ത് സിസ്റ്റം റീസ്റ്റാർട്ട് ചെയ്യുക. ഇനിയിപ്പോൾ വെർച്വലൈസേഷൻ ഓൾറെഡി ഓൺ ആണെങ്കിൽ ബയോസിലൊന്നും പോകേണ്ട ആവശ്യമില്ല. വെർച്വലൈസേഷൻ ഓഫ് എന്നായിരുന്നു കാണിക്കുന്നതെങ്കിലാണ് ബയോസിൽ പോയി ഇതൊക്കെ സേവ് ചെയ്യേണ്ടത്. അതിനുശേഷം സിസ്റ്റത്തിൽ സ്റ്റാർട്ടിൽ വീണ്ടും പ്രസ് ചെയ്ത് കമാൻഡ് പ്രോംപ്റ്റ് നമുക്ക് അഡ്മിനിസ്ട്രേറ്ററായിട്ട് റൺ ചെയ്യണം. അതിനായി സെർച്ചിൽ CMD എന്ന് ടൈപ്പ് ചെയ്ത്
വരുന്ന കമാൻഡ് പ്രോംപ്റ്റ് എന്ന ഓപ്ഷനിൽ റൈറ്റ് സൈഡിലുള്ള റൺ ആസ് അഡ്മിനിസ്ട്രേറ്റർ ക്ലിക്ക് ചെയ്യുക. ഇതിൽ ടൈപ്പ് ചെയ്യേണ്ട കമാൻഡ്സ് എല്ലാം ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ സെക്ഷനിൽ കൊടുത്തിട്ടുണ്ട്. WSL --- ഇൻസ്റ്റാൾ എന്നാണ് ടൈപ്പ് ചെയ്യേണ്ടത്. വിൻഡോസ് സബ് സിസ്റ്റം ഫോർ ലിനക്സ് ആണ് ഇത് ഇൻസ്റ്റാൾ ചെയ്യുക. നമ്മളിത് നേരത്തെ എനാബിൾ ചെയ്തതാണ്, പക്ഷേ എന്നാലും ഇങ്ങനെ ഒരു രീതിയിൽ കൂടി നമുക്കിത് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും. ഇവിടെ GUI ആപ്പ് സപ്പോർട്ട് എന്നൊരു ഫീച്ചർ കൂടി ഡൗൺലോഡ് ആവുന്നതായിട്ട് കാണാം. അത് വിൻഡോസ് 10-ൽ കാണാൻ സാധിക്കില്ല. ഇത് വിൻഡോസ് 11-ൻ്റെ മാത്രം ഫീച്ചറാണ്. ഇൻസ്റ്റലേഷൻ ഫിനിഷ് ആവുന്നതൊരു വെയിറ്റ് ചെയ്യുക. ഇൻ്റർനെറ്റിൻ്റെ സ്പീഡ് അനുസരിച്ച് സമയം എടുത്തേക്കാം. ഇനി നമ്മൾ സിസ്റ്റം റീസ്റ്റാർട്ട് ചെയ്യണം. റീസ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഉബുണ്ടു ഓട്ടോമാറ്റിക്കായിട്ട് ലോഡായിട്ട് വരും. നമുക്കത് എങ്ങനെയാണ് നോക്കാം. റീസ്റ്റാർട്ട് ചെയ്താൽ ഓട്ടോമാറ്റിക്കലി ഉബുണ്ടു ആണ് മുന്നിൽ ലോഡായിട്ട് വരിക. ഇൻസ്റ്റാളിങ് കാണിക്കും. കുറച്ച് സമയം വെയിറ്റ് ചെയ്യുക. ഇൻസ്റ്റലേഷന് ശേഷം ആദ്യമായിട്ട് ചോദിക്കുക ഒരു യൂസർ നെയിം സെറ്റ് ചെയ്യാനാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു യൂസർ നെയിം കൊടുക്കുക. ഞാനിവിടെ നെക്സ്റ്റ് ഇൻ വെബ് എന്നാണ് യൂസർ നെയിം കൊടുക്കുന്നത്. അതിനുശേഷം പാസ്വേഡ് കൂടി സെറ്റ് ചെയ്യണം. പാസ്വേഡ് നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ അതവിടെ കാണിക്കില്ല, ഹിഡൻ ആയിരിക്കും. ഒരേ പാസ്വേഡ് തന്നെ 2 തവണ റിപ്പീറ്റഡായി സെയിം ആയി ടൈപ്പ് ചെയ്തതിന് ശേഷം എൻ്റർ അടിക്കുക. അപ്പോൾ ഇൻസ്റ്റലേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഉബുണ്ടുവിന് യൂസർ നെയിം പാസ്വേഡും ഒക്കെ സെറ്റ് ചെയ്തു. ഇനി ചെയ്ത് നോക്കേണ്ടത് ഏതെങ്കിലും ഒരു ഉബുണ്ടു ആപ്ലിക്കേഷൻ, അതായത് ലിനക്സ് ആപ്ലിക്കേഷൻ ഏതെങ്കിലും ഒരെണ്ണം നമുക്ക് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കണം. സ്റ്റാർട്ട് മെനുവിൽ പോയി സെർച്ച് ചെയ്താൽ ഉബുണ്ടു അവിടെ കാണാൻ സാധിക്കും. ഉബുണ്ടു ഒരു ആപ്ലിക്കേഷൻ പോലെ ഇൻസ്റ്റാൾഡ് ആയതായിട്ട് കാണാൻ സാധിക്കും. ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് നമ്മളിത് അപ്ഡേറ്റ് ചെയ്യണം. ഉബുണ്ടു അപ്ഡേറ്റ് ചെയ്യണം. sudo apt update എന്ന കമാൻഡ് ടൈപ്പ് ചെയ്ത് പാസ്വേഡ് കൂടി കൊടുത്ത ശേഷം വെയിറ്റ് ചെയ്യുക. ഇതെന്തായാലും കുറച്ച് സമയം എടുക്കും, വെയിറ്റ് ചെയ്യുക. അപ്ഡേറ്റ് എല്ലാം കംപ്ലീറ്റ് ആയതിനു ശേഷം നമുക്ക് ഏതെങ്കിലും ഒരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്ത് നോക്കാം. sudo apt install gimp -y എന്ന് ടൈപ്പ് ചെയ്യുക. നമ്മൾ പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ ജിംപ് ആപ്ലിക്കേഷൻ ട്രൈ ചെയ്തിട്ടുണ്ടാവും. വിൻഡോസിൻ്റെ പെയിൻറ്റിനു പകരം നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ലിനക്സ് ആപ്ലിക്കേഷനാണത്. ഇവിടെ ഇൻസ്റ്റലേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. WSL-Gയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഉബുണ്ടുവിൻ്റെ അകത്ത് മാത്രമല്ല ഉബുണ്ടുവിൻ്റെ സോഫ്റ്റ്വെയറുകൾ യൂസ് ചെയ്യാൻ പറ്റുക. വിൻഡോസിൻ്റെ തന്നെ ഭാഗമായിട്ട് അവ നമുക്ക് സ്റ്റാർട്ട് മെനുവിൽ കാണാൻ സാധിക്കും. ഇവിടെ സ്റ്റാർട്ട് മെനുവിൽ നിങ്ങൾക്ക് ജിംപ് ആപ്ലിക്കേഷൻ കാണാം. ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്താൽ ഒരു സാധാരണ വിൻഡോസ് ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നത് പോലെ ഡെസ്ക്ടോപ്പിൽ തന്നെ അത് ഉപയോഗിക്കാം. ഒരു പെയിൻ്റൊക്കെ റൺ ചെയ്ത് പെയിൻ്റ് അല്ലെങ്കിൽ MS Word ഒക്കെ ഉപയോഗിക്കുന്ന അതേ രീതിയിൽ ഇവിടെ ജിംപും യൂസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇതുമാത്രമല്ല വേറെ ഏത് ഉബുണ്ടു ആപ്ലിക്കേഷൻ ആണെങ്കിലും ഇതുപോലെ റൺ ചെയ്യാം. അടുത്തതായിട്ട് കാലി ലിനക്സ് ആണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. നേരത്തെ ചെയ്തതുപോലെ തന്നെ കമാൻഡ് പ്രോംപ്റ്റ് അഡ്മിനിസ്ട്രേറ്ററായി റൺ ചെയ്ത് WSL -list എന്ന് ടൈപ്പ് ചെയ്ത് നോക്കുക. അപ്പോൾ ഈ വിൻഡോസ് 11 ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് വച്ചിട്ടുള്ള ലിനക്സിൻ്റെ ഡിസ്ട്രിബ്യൂഷൻസ് ഏതൊക്കെയാണെന്ന് കാണിക്കും. ഇവിടെ നിലവിൽ ഉബുണ്ടു മാത്രമാണുള്ളത്. ഇനി ചെയ്യേണ്ടത് അടുത്ത കമാൻഡായി WSL -list -online എന്ന് ടൈപ്പ് ചെയ്യുക. ഇവിടെ നമുക്ക് ഈ വിൻഡോസ് സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കുന്ന എല്ലാ ലിനക്സ് വേർഷൻസും കാണാൻ സാധിക്കും. ഇതിൽ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് കാലി ലിനക്സ് ആണ്. അത് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി WSL -install -d kali-linux എന്നാണ് ടൈപ്പ് ചെയ്യേണ്ട കമാൻഡ്. പക്ഷേ ഇങ്ങനെ മാത്രമല്ല ഇത് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കുക. വേറെ ഒരു ഓപ്ഷൻ കൂടിയുണ്ട്. വിൻഡോസ് സ്റ്റോർ വഴിയാണത്. കുറച്ചുകൂടി എളുപ്പമായിരിക്കും. കമാൻഡ്സോ മറ്റോ ഒന്നും തന്നെ റൺ ചെയ്യാതെ നിങ്ങൾക്കത് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും. പക്ഷേ ഫസ്റ്റ് ടൈം ഇൻസ്റ്റലേഷൻ മാത്രമേ കമാൻഡ്സ് ഇല്ലാതെ നടക്കൂ. പിന്നെ ബാക്കിയുള്ള സെറ്റപ്പൊക്കെ എന്തായാലും കമാൻഡ് വെച്ച് മാത്രമേ സാധിക്കൂ. മൈക്രോസോഫ്റ്റ് സ്റ്റോർ ഓപ്പൺ ചെയ്ത് അതിൽ കാലി ലിനക്സ് എന്ന് സെർച്ച് ചെയ്യുക. വരുന്ന റിസൾട്ടിൽ ഏറ്റവും ആദ്യത്തെ തന്നെ ആയിരിക്കും ഒഫീഷ്യൽ. അതിൽ കാലി ലിനക്സ് എന്ന ആ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതാണ്. പെട്ടെന്ന് തന്നെ ഇൻസ്റ്റാൾ ആവും. ഇൻസ്റ്റാൾ ആയ ശേഷം ഓപ്പൺ ബട്ടൺ പ്രസ് ചെയ്യുക. ഇൻസ്റ്റാളിംഗ് ആണ്, കുറച്ച് സമയം വെയിറ്റ് ചെയ്യുക. ഇവിടെ നമ്മളൊരു പുതിയ യുനിക്സ് യൂസർ നെയിമും പാസ്വേഡ് സെറ്റ് ചെയ്യണം. ഞാൻ ഇവിടെയും നെക്സ്റ്റ് ഇൻ വെബ് എന്ന് തന്നെയാണ് യൂസർ നെയിം കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം. പാസ്വേഡായിട്ട് ഒരേ പാസ്വേഡ് 2 തവണ ടൈപ്പ് ചെയ്യുക. ടൈപ്പ് ചെയ്യുന്ന പാസ്വേഡ് അവിടെ കാണിക്കില്ല, ഹിഡൻ ആയിരിക്കും. ഇൻസ്റ്റലേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇനി ചെയ്യേണ്ടത് WinCax എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഈ കാലി ലിനക്സിൽ ഇൻസ്റ്റാൾ ചെയ്യണം. ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസിൽ കാലി ലിനക്സ് വിൻഡോസിൽ യൂസ് ചെയ്യണമെങ്കിൽ ഇത് ആവശ്യമാണ്. അതിനായി ടൈപ്പ് ചെയ്യേണ്ട കമാൻഡ് sudo apt install kali-win-cax -y എന്നാണ്. ഇൻസ്റ്റലേഷൻ കംപ്ലീറ്റ് ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. എറേഴ്സ് എന്തെങ്കിലും കാണിക്കുകയാണെങ്കിൽ തൊട്ട് മുകളിലുള്ള ഒരു ലൈൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. മേ ബി റൺ apt-get update or try with -fix-missing. അതിലേതെങ്കിലും ഒരു കമാൻഡ് റൺ ചെയ്ത് നമ്മൾ മുകളിലുള്ള എറേഴ്സ് കണ്ടോ അതൊക്കെ ഒന്ന് ഫിക്സ് ആക്കി എടുക്കണം.
sudo space apt-get space update എന്ന കമാൻഡ് ടൈപ്പ് ചെയ്ത് വീണ്ടും ഒന്ന് ട്രൈ ചെയ്യുക. എറേഴ്സ് എന്തായാലും ക്ലിയർ ആയി കിട്ടും. അപ്ഡേറ്റ് കമാൻഡ് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആയതിനു ശേഷം നമ്മൾ ആദ്യം റൺ ചെയ്ത -win-kex space -y കമാൻഡ് ഒന്നുകൂടി റൺ ചെയ്യുക. ഇത്തവണ മിക്കവാറും എറേഴ്സ് ഒന്നും ഇല്ലാതെ തന്നെ അത് കംപ്ലീറ്റ് ആയിട്ട് കിട്ടും. എറേഴ്സ് ഇല്ലാതെ ഇൻസ്റ്റലേഷൻ പകുതി വരെ എത്തിയാൽ കീബോർഡ് കോൺഫിഗറേഷൻ സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും. അവിടെ വേറെ മാറ്റമൊന്നും വരുത്തണ്ട, ജസ്റ്റ് ഇംഗ്ലീഷ് തന്നെ സെലക്ട് ചെയ്ത് ഓക്കെ അടിച്ചാൽ മതി. ഇൻസ്റ്റലേഷൻ കണ്ടിന്യൂ ചെയ്ത് അങ്ങനെ പോയിക്കോളും. ഇവിടെ ഇൻസ്റ്റലേഷൻ ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. വേറെ എറേഴ്സ് ഒന്നും വന്നിട്ടില്ല. നമുക്കിപ്പോൾ സ്റ്റാർട്ട് മെനുവിൽ കാണാൻ സാധിക്കും ഓൺബോർഡ് കാളി ലിനക്സ്, കാളിയുടെ കുറേ ഓപ്ഷൻസ് ഇവിടെ വന്നിട്ടുണ്ട്. മാത്രമല്ല ഓൾ ആപ്സിൽ പോയാൽ കാളി ലിനക്സ് എന്ന ഫോൾഡറിനകത്ത് അതിൻ്റെ മുഴുവൻ ആപ്ലിക്കേഷൻസ് ഇവിടെ കാണാം. ഉബുണ്ടുവിൻ്റെ പോലെ തന്നെ കാളി ഓപ്പൺ ചെയ്യാതെ നമുക്ക് കാളിയുടെ ഭാഗമായിട്ടുള്ള ആപ്ലിക്കേഷൻസ് വിൻഡോസിൻ്റെ തന്നെ ഭാഗമായിട്ടുള്ളതുപോലെ ഇവിടെ ഉപയോഗിക്കാവുന്നതാണ്. പക്ഷേ ആയില്ലല്ലോ, നമുക്ക് എന്തായാലും കാളി ലിനക്സ് ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസിൽ അഥവാ GUI-യിൽ റൺ ചെയ്യണം. എന്നാൽ മാത്രമേ ഇത് കംപ്ലീറ്റ് ആവൂ. അതെങ്ങനെയാണെന്ന് നോക്കാം. ഒറ്റ ലൈൻ കമാൻഡ് മാത്രമേ വേണ്ടൂ. kex space -win space -s ഇത് എൻ്റർ ചെയ്താൽ പാസ്വേഡ് ചോദിക്കും. പക്ഷേ എനിക്കിവിടെ എന്തോ ഒരു എറർ കാണിക്കുന്നുണ്ട്. ഞാൻ എന്തായാലും അതുകൊണ്ട് കാളി ലിനക്സ് ഒന്ന് ക്ലോസ് ചെയ്ത് വീണ്ടും ഓപ്പൺ ചെയ്ത് സെയിം കമാൻഡ് ടൈപ്പ് ചെയ്യാം. ഇപ്പോൾ എററൊന്നുമില്ല. ഇവിടെ ചോദിക്കുന്നത് നേരത്തെ നമ്മൾ എൻ്റർ ചെയ്ത പാസ്വേഡല്ല, ഒരു പുതിയ പാസ്വേഡാണ് ഇവിടെ സെറ്റ് ചെയ്യേണ്ടത്. സെയിം പാസ്വേഡ് തന്നെ കൊടുത്തോ, അതായിരിക്കും ഓർമ്മിച്ച് വയ്ക്കാൻ എളുപ്പം. അല്ലെങ്കിൽ 2 പാസ്വേഡ് സെപ്പറേറ്റ് ആകുമ്പോൾ ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ആൻറ്റിവൈറസോ മറ്റോ എനാബിൾഡ് ആയിട്ടുണ്ടെങ്കിൽ കഴിയുന്നതും ഇൻസ്റ്റലേഷൻ ഫിനിഷ് ആവുന്നതുവരെ അത് ഓഫ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ഇതുപോലെ കാളിയുടെയോ അല്ലെങ്കിൽ ലിനക്സിൻ്റെ ഭാഗമായിട്ടുള്ള പല ആപ്ലിക്കേഷൻസിനും അത് വൈറസ് ആണെന്ന് കരുതി റിമൂവ് ചെയ്യാൻ ശ്രമിക്കും. ഇവിടെ ഒരു ഓപ്ഷൻ ചോദിക്കും, വ്യൂ ഓൺലി പാസ്വേഡ് എന്ന് പറഞ്ഞിട്ട് അത് നോ കൊടുത്ത് എൻ്റർ അടിച്ചാൽ മതി. നമുക്കിവിടെ കാളിയുടെ ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ് ഓണായിട്ട് വന്നിട്ടുണ്ട്. എല്ലാ ആപ്ലിക്കേഷൻസും ബാക്കിയുള്ള എല്ലാ ഭൂരിഭാഗം ഫങ്ഷൻസും നമുക്ക് വെർച്വൽ മെഷീൻ, സാധാരണ VMware അല്ലെങ്കിൽ വെർച്വൽ ബോക്സ് റൺ ചെയ്യുന്ന അതേപോലെയോ അല്ലെങ്കിൽ അതിനേക്കാൾ കുറച്ചുകൂടി സ്മൂത്ത് ആയിട്ടോ നമുക്കിവിടെ കിട്ടും. കാളിയിൽ നിന്ന് എക്സിറ്റ് ചെയ്ത് പുറത്തേക്ക് പോകാൻ വേണ്ടി ക്ലോസ് ബട്ടണൊന്നുമില്ല. മാത്രമല്ല വിൻകി ഒന്നും ഇവിടെ വർക്ക് ചെയ്യില്ല. ഫുൾ സ്ക്രീൻ മോഡ് മാത്രമേ ഇവിടെ കാളിയുടെ ഈ ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ് വർക്ക് ചെയ്യൂ. അപ്പോൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ F8 പ്രസ് ചെയ്യുക. അപ്പോഴൊരു ചെറിയ മെനു വരും, അതിൽ ഡിസ്കണക്ട് എന്നുള്ള ഓപ്ഷൻ കൊടുത്താൽ മതി. പിന്നെ നമ്മൾ ഫേസ് ചെയ്യാൻ പോകുന്ന വേറെ ഒരു പ്രോബ്ലം, ഇത് റാം യൂസേജ് ഹൈ ആയിരിക്കും. അതായത് ഇത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാലും ആവശ്യത്തിൽ കൂടുതൽ റാം യൂസ് ആവുന്നത് കാണാൻ സാധിക്കും. വെർച്വൽ മെഷീൻ മെമ്മറി എന്നോ മറ്റോ പറഞ്ഞുകൊണ്ട് ഇവിടെ 2600 MB-യോളം റാം ചുമ്മാ യൂസ് ആവുന്നുണ്ട്. അതെങ്ങനെ ഒഴിവാക്കാം? അതായത് ഇതിപ്പോൾ എൻ്റെ സിസ്റ്റത്തിൽ 12 GB-യോളം റാം ഉണ്ട്. പക്ഷേ 8 GB ഒക്കെ റാം ഉള്ളതാണെങ്കിൽ സിസ്റ്റം വല്ലാതെ ലാഗ് ആവാനൊക്കെ സാധ്യതയുണ്ട്. വേറെ സാധാരണ ആപ്ലിക്കേഷനോ വേറെ എന്തെങ്കിലുമൊക്കെ ഓപ്പൺ ചെയ്യുമ്പോൾ ചിലപ്പോൾ ലാഗ് വരും. അത് ഒഴിവാക്കാൻ വേണ്ടി കമാൻഡ് പ്രോംപ്റ്റിൽ ഒരു ചെറിയ കമാൻഡ് മാത്രം അടിച്ചാൽ ഈ റാം യൂസേജ് അങ്ങോട്ട് സ്റ്റോപ്പ് ചെയ്യാം. അടുത്ത പ്രാവശ്യം WSL ഓൺ ആകുമ്പോൾ വീണ്ടും റാം യൂസ് ആയിക്കോളും. പക്ഷേ WSL ക്ലോസ് ചെയ്തതിന് ശേഷം ഈ ഒരു ചെറിയ കമാൻഡ് കൂടി ടൈപ്പ് ചെയ്താൽ റാം ഇങ്ങനെ വേസ്റ്റ് ആവുന്നത് തടയാം. നിങ്ങൾക്ക് കാണാൻ വേണ്ടി ഞാനിവിടെ ടാസ്ക് മാനേജർ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ മെമ്മറി യൂസേജ് 62% ആണ്. കമാൻഡ് പ്രോംപ്റ്റ് ഓപ്പൺ ചെയ്ത് അതിൽ WSL space -shutdown എന്ന് ടൈപ്പ് ചെയ്യണം. അവിടെ വേറെ കൺഫർമേഷൻ ഒന്നും കാണിക്കില്ല, ഒരു ബ്ലാങ്ക് ലൈനാണ് വരിക. പക്ഷേ ഇവിടെ റാം യൂസേജ് ഉണ്ടോ, നേരത്തെ 65% മറ്റോ ഉണ്ടായിരുന്നത് ഇവിടെ 35% ആയി. ഇത്ര മാത്രമേ ഉള്ളൂ WSL എന്ന് പറയുന്നത്. ഇതിൻ്റെ എന്തെങ്കിലും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പുതിയ ഫീച്ചേഴ്സോ വേർഷൻസോ വരുവാണെങ്കിൽ ഞാൻ വേറെ ഒരു വീഡിയോ ഇടാം. ഇനി അടുത്ത വീഡിയോ ചെയ്യാനുള്ളത് ആൻഡ്രോയിഡ് ഇൻസ്റ്റലേഷനാണ്, അതായത് WSA. അത് എത്രയും പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യാൻ നോക്കാം. ഈ വീഡിയോയെക്കുറിച്ചുള്ള എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും എറേഴ്സൊക്കെ ഫേസ് ചെയ്യുകയാണെങ്കിൽ താഴെ കമൻറ്റ് ഇടുക. ഞാൻ എന്തായാലും ഹെൽപ്പ് ചെയ്യും. വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം.